അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 മീറ്റർ മൗണ്ടിന്റെ മുകളിൽ ഒരു ക്ഷേത്രം, അതിന്റെ ചുറ്റും 70 ഏക്കർ വിസ്തീർണമുള്ള ഒരു ഭൂമി സ്ലോപ്പായി ഇട്ട ശേഷം അതിനപ്പുറത്ത് കടകൾ. ഇതായിരുന്നു പാടലിപുത്രത്തിന്റെ സ്ട്രക്ചർ. അതേ സ്ട്രക്ചറിലാണ് തൃശ്ശൂർ പട്ടണം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 70 ഏക്കറിന് ചുറ്റുമുള്ള ആ റോഡിനെ റൗണ്ട് എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൽ കാണുന്ന റോഡിനെ പാറക്കുട്ടി നേത്യാരമ്മ കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ച ശേഷം ഒരു ബ്രിട്ടീഷ് കമ്പനിയായ കാനൻ മഗ്നോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയെ ഏൽപ്പിച്ചു അത് ടാർ ചെയ്യാനായിട്ട്. ടാറല്ല, കോൺക്രീറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ കണ്ടീഷൻ ഞാൻ വായിച്ചപ്പോഴാണ് രസകരമായി തോന്നിയത്. 50 കൊല്ലത്തേക്ക് അത് ഒരു കേടുപാടുമില്ലാതെ സംരക്ഷിക്കുകയും ചെയ്യുക ആ കോൺട്രാക്റ്റിന്റെ ഭാഗമായിരുന്നു. 70% പൈസയെ പണി പൂർത്തിയാകുമ്പോൾ കൊടുക്കുകയുള്ളൂ. ബാക്കി 30% എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി അതിന്റെ റിപ്പയർ കറക്റ്റ് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ, ഇല്ലേ കൊടുക്കുകയില്ല. പിന്നെ എന്തെങ്കിലും ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാതായാൽ അന്ന് ഈ കമ്പനിയുമായി കൊച്ചി രാജ്യത്തിൽ ആർക്കെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അതിന്റെ കുടിശ്ശിക കൊടുക്കുന്നതല്ല, ഈ കമ്പനി കൊടുക്കുന്നതല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവൻ ജോലി ചെയ്തേ പറ്റുള്ളൂ. വളരെ അവനെ 2 സൈഡിൽ കൂടെയും പൂട്ടിക്കൊണ്ടാണ് എഗ്രിമെന്റ് ഒപ്പിട്ടിരിക്കുന്നത്. എന്നിട്ട് ആ റോഡിന് 2 സൈഡും ഓട കുഴിച്ചു. ഓട കുഴിച്ച ശേഷം ആ റോഡിനടിയിലൂടെ വെള്ളം ഊർന്നപ്പുറത്ത് പോകാൻ വേണ്ടി കോൺക്രീറ്റ് കുഴലുകൾ ഇട്ടു. എന്നിട്ട് അതിന്റെ മുകളിലാണ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത്. എത്ര മഴ പെയ്താലും തൃശ്ശൂർ പട്ടണത്തിൽ വാട്ടർ ലോഗിങ് ഉണ്ടായില്ല. കാരണം ഈ മൗണ്ടിൽ വീഴുന്ന വെള്ളം ഓടയുടെ മറുവശത്ത് നിന്ന് വീണിട്ട് ഭൂമിക്കടിയിലുള്ള കുഴലിൽ കൂടെ അതങ്ങ് പുറത്തു പോകും. റോഡിന് അപ്പുറത്തുള്ള വെള്ളം 360 ഡിഗ്രിയിലാണ് വീഴുന്നത്. അത് സ്ലോപ്പായിട്ട് തൊട്ടടുത്ത വയലിലോട്ട് പൊക്കോളും. അങ്ങനെ വാട്ടർ ലോഗിങ് ഇല്ലാതെ മദ്രാസിൽ ഫ്ലഡ് ഉണ്ടായതുപോലെ, ബോംബെയിൽ ഫ്ലഡ് ഉണ്ടായതുപോലെ 100 സെന്റിമീറ്റർ മഴ പെയ്താൽ പോലും ഉണ്ടാവാത്ത ഒരു റോഡ് കൺസ്ട്രക്ഷൻ പാറക്കുട്ടി നേത്യാരമ്മ ഇവിടെ ചെയ്തു. ഇത് കേരള ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിലൊന്നാണ്. രണ്ടാമതായി, കൊച്ചി രാജ്യം വലിയ കടത്തിലായിരുന്നു ഈ ശ്രീ തമ്പുരാൻ അബ്ഡിക്കേറ്റ് ചെയ്യുമ്പോൾ. അതിന്റെ പിന്നിൽ ബ്രിട്ടീഷുകാർക്കൊരു കളി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കളി എന്നാന്ന് വെച്ചാൽ, ഈ കടം വീട്ടാനൊക്കാതെ വരുമ്പോൾ രാജ്യം ബ്രിട്ടീഷുകാർക്ക് സീഡ് ചെയ്യും എന്നായിരുന്നു കണക്ക്, ബ്രിട്ടീഷുകാരുടെ കണക്ക്. അപ്പൊ ഈ കൊച്ചി തുറമുഖം കയ്യിലാക്കണമെന്ന് ബ്രിട്ടീഷുകാർ ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്നു. ഈ കൊച്ചി തുറമുഖത്തിന്റെ സൈഡിലുള്ള മട്ടാഞ്ചേരി ഓൾറെഡി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാണ്. അപ്പൊ ഈ കൊച്ചി രാജ്യവും കൂടെ അവരുടെ കിട്ടിയാൽ കൊച്ചി തുറമുഖം ഉൾപ്പെടെ മട്ടാഞ്ചേരി ഉൾപ്പെടെ മദ്രാസ് പ്രസിഡൻസിന്റെ ഭാഗമാവും. ബ്രിട്ടീഷുകാർക്ക് ഡയറക്റ്റ് കൺട്രോൾ കിട്ടും. മലബാറിൽ നിന്ന് കൊള്ളയടിച്ച പോലെ ഇവിടെ നിന്നും കൊള്ളയടിക്കാമെന്ന് ബ്രിട്ടീഷുകാർ സ്വപ്നം കണ്ടിരുന്നു. ഇതൊരു 5-6 വർഷത്തിനകം സംഭവിക്കുമെന്നാണ് അവർ കണക്കാക്കിയിരുന്നത്. പാറക്കുട്ടി നേത്യാരമ്മ വീട്ടിലെ കണക്കല്ലാതെ വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 5 വർഷം കൊണ്ട് പാറക്കുട്ടി നേത്യാരമ്മ കൊച്ചി രാജ്യത്തിൽ ചെയ്ത അത്ഭുതകരമായ എക്കണോമിക്സ് നമുക്ക് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരുപക്ഷെ രാജാവിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അനാവശ്യമെന്ന് പാറക്കുട്ടി നേത്യാരമ്മയ്ക്ക് തോന്നിയ ഒരു 25% പോസ്റ്റ് പാറക്കുട്ടി നേത്യാരമ്മ നിർത്തലാക്കി. എവിടെയൊക്കെ വരുമാന ചോർച്ച ഉണ്ടെന്നുള്ളത് പാറക്കുട്ടി നേത്യാരമ്മ റിയലൈസ് ചെയ്തു. എന്നിട്ട് ആ ചോർച്ചയുള്ളത് 1 by 1 പരിഹരിച്ചു. മൂന്നാമത്, അഡീഷണൽ ഇൻകം റേസ് ചെയ്യാൻ പറ്റുന്ന 9 മേഖലകൾ പാറക്കുട്ടി നേത്യാരമ്മ കണ്ടെത്തി. എന്നിട്ട് ആ മേഖലകളിൽ നിന്ന് ടാക്സ് കളക്ഷൻ അവർ പുനരാരംഭിച്ചു. 1919 ആയപ്പോൾ, 5 വർഷം കഴിഞ്ഞപ്പോൾ, കൊച്ചി രാജ്യത്തിന്റെ മുഴുവൻ കടവും പാറക്കുട്ടി നേത്യാരമ്മ അടച്ചു തീർത്തു. ബാങ്കുകളിലും ബ്രിട്ടീഷുകാർക്കും ബാക്കി ഹുണ്ടികൾ കൊടുക്കാനുള്ളത് മുഴുവൻ അടച്ചു തീർത്തു. കൊച്ചി രാജ്യം ഒരു മിച്ച സംസ്ഥാനമായി മാറി. ഇത് കണ്ട് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ അത്ഭുതപ്പെട്ട ശേഷം ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയും ഒരു ഭരണതന്ത്രജ്ഞ കേരളത്തിലുണ്ടോ എന്നായിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറലിന്റെ അമ്പരപ്പ്. പക്ഷെ അതേ അമ്പരക്ക് മാത്രമല്ല ചെയ്തത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി ഈ പാറക്കുട്ടി നേത്യാരമ്മ കൊടുത്തു. ഇന്ത്യയിൽ അത് കിട്ടിയിട്ടുള്ള വേറൊരാൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാത്മാഗാന്ധിജിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത ഒരു കൈസറി ഹിന്ദിന്റെ സ്ഥാനം പാറക്കുട്ടി നേത്യാരമ്മയെ കൊടുക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറായി. ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, അവർ വെറുതെ അപ്രീഷിയേറ്റ് ചെയ്യല്ല, അത് അവർ റെക്കോർഡിലാക്കി കൈസറി ഹിന്ദ് എന്ന് പറയുന്ന ഒരു സ്ഥാനം പാറക്കുട്ടി നേത്യാരമ്മയെ കൊടുത്തു. രാജ്യം മിച്ചമാക്കി കഴിഞ്ഞപ്പോൾ പാറക്കുട്ടി നേത്യാരമ്മ ചില കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, തൃശ്ശൂർ പട്ടണത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം മുട്ടാൻ പാടില്ല. അതിനുവേണ്ടി പാറക്കുട്ടി നേത്യാരമ്മ ഒരു കുളം കുഴിച്ചു. അതാണ് പെരിങ്ങാവ് കുളം എന്ന് പറയുന്ന കുളം. ഈ പെരിങ്ങാവ് കുളം അക്കാഡമിക്കും അതിന് ചുറ്റുമുള്ള സ്ഥലത്തും ഭയങ്കര വരൾച്ചയുണ്ടായി. അത് കഴിഞ്ഞ് 36 ലക്ഷം രൂപയ്ക്ക് ലോറിയിൽ വെള്ളം അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ഈ പെരിങ്ങാവ് കുളം റിപ്പയർ ചെയ്തിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് അക്കാഡമിയിലോട്ടും ഈ മറ്റു സ്ഥലത്തോട്ടും വെള്ളം കൊണ്ടുവന്നത്. അന്നാണ് ഈ പാറക്കുട്ടി നേത്യാരമ്മ ഈ പെരിങ്ങാവ് കുളം കുഴിച്ചതിന്റെ ടെക്നോളജി ഞാൻ മനസ്സിലാക്കിയത്. ആ 9.5 മീറ്റർ താപ്പോട്ട് കുഴിച്ചു. എന്നിട്ട് വെള്ളത്തിന്റെ ലെവൽ എത്തിക്കഴിഞ്ഞ ശേഷം നേത്യാരമ്മ ഏറ്റവും താഴത്തെ 1 മീറ്റർ കട്ടിയിൽ ചരൽ വിരിച്ചു. എന്നിട്ട് അതിനെ ചുറ്റും വെട്ടുകല്ല് വെച്ച്, അത് സാധാരണ വെട്ടുകല്ലല്ല, ഹാർഡ് സ്റ്റോൺ വെട്ടുകല്ല് വെച്ചിട്ട് അതിന്റെ ബൗണ്ടറികൾ കെട്ടി കുമ്മായം കൊണ്ട് അതിന്റെ അവിടെ എല്ലാം പോയിന്റ് ചെയ്തു. എന്നിട്ട്
അതിന്റെ ടോപ്പ് സ്ട്രക്ചറിൽ 3 സ്റ്റെപ്പ് വെച്ചിട്ട് കരകയറാനുള്ള സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് അന്ന് തൃശ്ശൂരിൽ ജീവിച്ചിരുന്ന മുഴുവൻ ജനങ്ങൾക്കും വാട്ടർ സർവീസ് സിസ്റ്റം പാർക്കുട്ടിയും തേരമ്മ ആരംഭിച്ചു. കേരളത്തിൽ ഒരു പട്ടണത്തിനും അടുത്ത ഒരു 10-20 വർഷത്തേക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു വലിയ അച്ചീവ്മെന്റാണ് പാർക്കുട്ടിയും തേരമ്മ അന്ന് ചെയ്തത്. അക്കാഡമിയിലും അവിടുത്തെ SC/ST വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും വെള്ളം ഇല്ലാതായപ്പോൾ ഒരു 20 ലക്ഷത്തിന് പ്രോജക്റ്റ് ഉണ്ടാക്കി അവിടെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഒരു വെള്ളം പെട്ടെന്ന് പറ്റുന്നതാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി 72 ഹോഴ്സ് പവറുള്ള പമ്പ് കൊണ്ടുവച്ച് പമ്പ് ചെയ്ത് 24 മണിക്കൂർ പമ്പ് ചെയ്തിട്ടും 1 ഇഞ്ച് പോലും അവിടുത്തെ ലെവൽ വാട്ടർ കുറഞ്ഞില്ല. തന്നെയല്ല, എത്ര മഴ പെയ്താലും ഈ പെരിങ്ങാവ് കുളത്തിലെ വെള്ളം കലങ്ങത്തില്ല. കാരണം 4 സൈഡിൽ കൂടെയും ശുദ്ധി ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് വെള്ളം അവിടെ കളക്ട് ചെയ്യുന്നത്. അതാണ് പാർക്കുട്ടിയും തേരമ്മയുടെ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പീച്ചി ഡാം 1962 വന്ന ഡാമാണ്. പക്ഷേ അതിന്റെ ഒറിജിനൽ പ്ലാൻ പാർക്കുട്ടിയും തേരമ്മ വരച്ചു വെച്ചിരുന്നു പറയുമ്പോഴാണ് ആ സ്ത്രീയുടെ ദീർഘവീക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ സ്ത്രീ തന്റെ ഭർത്താവിന്റെ പേരിൽ ഒരു ദീർഘ സ്മാരകം വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ പാർക്കുട്ടിയും തേരമ്മയുടെ പേരിലുള്ള 1000 ഏക്കർ സ്ഥലം അവൾ രാഷ്ട്രത്തിന് വിട്ടുകൊടുക്കുകയും അവർ രാമവർമ്മപുരം എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ടൗൺ പണിയുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് പോലീസ് അക്കാദമി നിൽക്കുന്ന, പോലീസ് ക്യാമ്പുകൾ നിൽക്കുന്ന രാമവർമ്മപുരം എന്ന ടൗൺ ഉണ്ടായത്. പിന്നീട് ഈ പാർക്കുട്ടിയും തേരമ്മ പറഞ്ഞു, തൃപ്പൂണിത്തറ ഒരു ടെമ്പിൾ ടൗൺ ആയിരിക്കണം, അതിനകത്തൊരു ജയിൽ ഉണ്ടാവാൻ പാടില്ല. കൊച്ചി രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ജയിൽ തൃപ്പൂണിത്തറയായിരുന്നു. അതുകൊണ്ട് ഈ ജയിലിനെ അവിടുന്ന് പാർക്കുട്ടിയും തേരമ്മ ഷിഫ്റ്റ് ചെയ്തിട്ട് രാമവർമ്മപുരത്തിന്റെ സൈഡിലുള്ള 200 ഏക്കർ സ്ഥലത്ത് കൊണ്ടുവന്ന് പണിഞ്ഞ് എല്ലാ കുറ്റവാളികളും ഇങ്ങോട്ട് മാറ്റി. ദൈവങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് ഇവർ വസിക്കണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജയിൽ മാറ്റി ആ ജയിലിന്റെ സ്ഥലവും കൂടി അമ്പലത്തിന് കൊടുത്ത് തൃപ്പൂണിത്തറയെ ഒരു ടെമ്പിൾ ടൗൺ ആക്കി പാർക്കുട്ടിയും തേരമ്മ സംരക്ഷിച്ചു. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം തൊട്ടു മുമ്പിൽ ഒരു ജയിലുണ്ടായിരുന്നു. പൂരം നടക്കുമ്പോൾ ഞങ്ങൾക്കും കാണാൻ എന്തെങ്കിലും വേണമെന്ന് ഈ കള്ളന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ശക്തൻ തമ്പുരാൻ പറഞ്ഞു, എന്നാ കുടമാറ്റം അവിടെ വെച്ച് നടന്നോട്ടെ, ഈ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്കും കാണാമല്ലോ. അങ്ങനെയാണ് കുടമാറ്റം നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് വെച്ച് നടന്നിരുന്നത്. അന്ന് പാർക്കുട്ടിയും തേരമ്മ പറഞ്ഞു, പുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ കുറ്റവാളികളെ ഇടുന്ന ഒരു ജയില് അത് ശരിയല്ല. പണ്ടാ ജയിലവിടെ ഇട്ടിരുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയും ന്യായാധിപനും ആ ക്ഷേത്രത്തിന് മുമ്പിലിരുന്നാണ് കുറ്റം വിധിച്ചിരുന്നത്. അന്നത്തെ കോടതി അങ്ങനെയായിരുന്നു. കുറ്റം വിധിക്കുന്ന ആളിനെ പെട്ടെന്ന് ജയിലിലോട്ട് ഇടാൻ വേണ്ടിയാണ് ജയിൽ അവിടെ നിർമ്മിച്ചിരുന്നത്. പക്ഷേ ജുഡീഷ്യൽ കോടതികൾ വന്നതോടുകൂടി ഈ സിസ്റ്റത്തിന് തന്നെ ആവശ്യമില്ല. അങ്ങനെ ജയില് അവിടുന്ന് പൊളിച്ച് രാമവർമ്മപുരത്ത് സ്ഥാപിച്ച തൃപ്പൂണിത്തറയിൽ നിന്ന് കൊണ്ടുവന്ന ആ ജയിലിനകത്തോട്ട് അത് പുനഃസ്ഥാപിച്ചു. അതുകൊണ്ട് തൃശ്ശൂരിന്റെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലം പരിശുദ്ധമായി സൂക്ഷിക്കപ്പെട്ടു. അവിടെ ഇലഞ്ഞിത്ര മേളം പോലെയുള്ള വലിയ മേളങ്ങളുണ്ടായി. പൂരത്തിന്റെ വലിയ ആഘോഷം നടക്കാൻ തുടങ്ങി. അല്ലാതെ ഒരു ജയിൽ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പാർക്കുട്ടിയും തേരമ്മയുടെ ബുദ്ധി 2 പുണ്യ പട്ടണങ്ങളെ സൃഷ്ടിക്കാൻ വളരെ നിർണായകമായിരുന്നു. പക്ഷെ പാർക്കുട്ടിയും തേരമ്മ പറഞ്ഞു, ഈ 2 ജയിലിലെ മുഴുവൻ റെക്കോർഡുകളും കൊണ്ടുപോയി ഇവിടുത്തെ രാമവർമ്മപുരത്തെ ജയിലിനകത്ത് സൂക്ഷിച്ചേക്കാൻ പറഞ്ഞു. ഇന്ത്യയിലെ കേരളത്തിലെ മറ്റ് പല ജയിലിലും പോയാൽ ഒരു 50 കൊല്ലത്തിൽ കൂടി റെക്കോർഡൊന്നും കാണുകയില്ല. പുന്നപ്രവരാൽ അറസ്റ്റ് ചെയ്ത ആളുകളുടെ റെക്കോർഡ് തപ്പിട്ട് പോലും കണ്ടില്ല. പക്ഷേ 1862 മുതലുള്ള തൃപ്പൂണിത്തറ ജയിലിലെയും തൃശ്ശൂർ ജയിലിലെയും മുഴുവൻ തടവുകാരുടെ എൻട്രി എക്സിറ്റ് കംപ്ലീറ്റ് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡുകൾ ഇപ്പോഴും അവിടുത്തെ ജയിലിലുണ്ട്. കാരണം വളരെ ഭദ്രമായി പാർക്കുട്ടിയും തേരമ്മ അത് സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പാർക്കുട്ടിയും തേരമ്മ പറഞ്ഞു, ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം.